ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സൂപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അളന്നിട്ടൊരു 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത്രയും മതിയാവും നമുക്ക്. ഇതൊരു 4 പേർക്ക് കഴിക്കേണ്ട സൂപ്പാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വെള്ളം തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. സ്വീറ്റ് കോൺ സൂപ്പിന് വേണ്ടിയിട്ടുള്ള കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാക്കറ്റ് കോൺ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കോൺ വാങ്ങിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ്, ഇത് ഫുള്ളായിട്ട് വേണ്ടതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ ഞാൻ. പിന്നെ ഒരു 5 ബീൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. ഈ മുട്ടേൻ്റെ വെള്ളം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. അപ്പോൾ ഈ വെജിറ്റബിളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നന്നായി കഴുകുക. പിന്നെ ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്യുക, തിന്നായിട്ട്. നമ്മൾ കാണാറുണ്ടല്ലോ സൂപ്പിലൊക്കെ വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളകും വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റും പകുതി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും നേരത്തെ ബീൻസ് കട്ട് ചെയ്ത പോലെ തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് ഒരു പിടി കോൺ എടുത്തിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഒന്ന് അരഞ്ഞു വരും. നന്നായി പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ കോണൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്ക്. ഒരു 1/4 കപ്പ് കോണ് ഞാൻ ഫുള്ളായിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ചൂടായ വെള്ളത്തിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടിക്കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 2 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. തിന്നായി കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒരു 2 മിനിറ്റ് തന്നെ മതി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് കോൺ ഇട്ട് കൊടുക്കാം. കോൺ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്തിട്ടില്ലേ, ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയ എരിവും കൂടി ഉണ്ടാവും. ഇനി എടുത്തു വെച്ച 1/4 കപ്പ് സ്വീറ്റ് കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടേൻ്റെ വെള്ളയാണ് ചേർക്കുന്നത്. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത്. കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളക്കണം. 1 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ സൂപ്പ് ഇങ്ങനെ കട്ടിയാവുന്നത് കാണാം. കോൺഫ്ലോർ ഇട്ടാൽ അറിയാലോ, പെട്ടെന്ന് തന്നെ കട്ടിയാവും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇത്രേ പണിയിൽ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.